നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാവും നിയമസഭാ സാമാജികനുമായ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്. സർ, ടോപ്പ് ടൈമിലേക്ക് സ്വാഗതം. 1961 മാർച്ച് 15 മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി വാര്യത്ത് വാക്കയിൽ മുഹമ്മദ് ഹാജിയുടെയും വിരിയുമായ ജുമയുടെയും മകനായി ജനനം. യൂത്ത് ലീഗിലെയും KMCCയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇന്ന് താനൂർ MLA. എങ്ങനെ കാണും ഈ കാലയളവിന്? ഈ കാലയളവിനെ ഏറ്റവും സന്തോഷകരമായ ഒന്നായിട്ടാണ് കാണുന്നത്. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും ചെയ്ത പ്രവർത്തനത്തിൽ ഏറെ സംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ഈ കഴിഞ്ഞ കാലയളവ് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ് ഞാൻ. 13ാം നിയമസഭയിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗബലവുമായിട്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം LDF UDF വലിയ വ്യത്യാസമില്ലാത്തൊരു സാഹചര്യം ഈ 3 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ കാലയളവിനെ എങ്ങനെ വിലയിരുത്തുന്നതാണ്? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. കാരണം നിയമസഭയിൽ അന്ന് കുറഞ്ഞ അംഗങ്ങളുടെ ഭൂരിപക്ഷം മാത്രമാണ്. മുസ്ലിം ലീഗ് പാർട്ടിയാകട്ടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയവുമായിട്ടാണ് ഇത്തവണ നിയമസഭയിലെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ ഒരു MLA എന്നുള്ള നിലയിൽ വളരെ വലിയ ഇടപെടലുകൾ ഈ രംഗത്ത് നടത്താൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് ശേഷമാകട്ടെ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നെയ്യാറ്റിൻകരയിലും പിറവത്തൊക്കെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായ വിജയം കൂടുതൽ മുന്നോട്ട് പോകാൻ ഗവൺമെന്റിന് ശക്തി പകരുകയും ചെയ്തു. ഈ കഴിഞ്ഞ 3 വർഷം കേരളത്തിലെ വളരെ സുപ്രധാനമായ പല പദ്ധതികളിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അത് പ്രധാന പദ്ധതികൾ എന്ന് പറയാവുന്ന ഡൽഹി നമ്മുടെ കൊച്ചി മെട്രോ പോലെയുള്ള പദ്ധതി, സ്മാർട്ട് സിറ്റി പദ്ധതി ഏറെക്കുറെ യാഥാർത്ഥ്യമാകുന്നു എന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക, വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന് തറക്കല്ലിട്ട് അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഒരു വിധേന യാഥാർത്ഥ്യമായി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അതുപോലെ LNG ടെർമിനലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങനെ വികസന രംഗത്ത് വൻകിട വികസന രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളിലും സർക്കാർ വളരെ ഗൗരവപൂർവ്വം ഇടപെട്ടു. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നായിരുന്നു കാരുണ്യ ബെനവലന്റ്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഒരു ചെറിയ കാര്യമല്ല. കാരണം ആതുരാലയങ്ങളിലെത്താൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് തങ്ങൾക്ക് ഇത്തരം ചികിത്സകൾ അന്യമാണ് എന്ന് കരുതുന്ന ഒരവസ്ഥ മാറ്റിയെടുത്ത് ഒരു രോഗിക്ക് എത്ര ലക്ഷം രൂപയാണെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു വിധാനത്തിലേക്ക് കേരള സർക്കാർ ഉയർന്നു വന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. കാരണം നമ്മുടെ ലോട്ടറി എന്നും ഒരു വിവാദമായിരുന്നു. കാരണം ഒട്ടേറെ ആളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സർക്കാർ അതിന്റെ ഗുണഫലം കിട്ടുന്നില്ല, സാന്റിയാഗോ പോലെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ലോട്ടറി കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്താനാകുമെന്ന് ഒരു ഗവൺമെന്റ് തെളിയിച്ചത്. അതുപോലെ പാവപ്പെട്ടവന് വീടുണ്ടാക്കുന്ന IAY പദ്ധതി നമുക്കറിയാം കേരളത്തിൽ ഒരു വലിയ ഭവന നിർമ്മാണ പദ്ധതിയാണ്. 75,000 രൂപയായിരുന്നു ഒരു വീടുണ്ടാക്കാൻ. ഒരിക്കലും അസാധ്യമായ ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഗവൺമെന്റ് അത് 2 ലക്ഷം രൂപയാക്കി ഉയർത്തിക്കൊണ്ട് പാവപ്പെട്ട ജനവിഭാഗത്തിന് കിടക്കാൻ ഒരിടം എന്നത് യാഥാർത്ഥ്യമാക്കുകയാണ്. മത്സ്യഗ്രാമം പദ്ധതിയിലൂടെ തീരദേശത്ത് ഒട്ടേറെ ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. അങ്ങനെ ഭവന നിർമ്മാണ മേഖലയിൽ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂരഹിത കേരളം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും അത് ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായം കേന്ദ്രം നൽകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അതുപോലെ രോഗികളായ ആളുകൾ, അതിൽ ഏറ്റവും വലിയ ഒന്നായിരുന്നു കോക്ലിയർ ഇംപ്ലാന്റേഷൻ. പാവപ്പെട്ട ബധിരരായ കുട്ടികൾ, ഒരു കുട്ടി അത്തരത്തിലൊരു കുട്ടി ജനിച്ചാൽ ഊമയായ ബധിരയായ കുട്ടിയെ ഒരു മൂലക്കിരുത്തി കുടുംബത്തിൻ്റെ ഒരു ശാപമെന്ന് കരുതിയൊരവസ്ഥ അത് മാറ്റിയെടുത്ത് ആ കുട്ടിക്ക് എത്ര ലക്ഷം രൂപയാണോ ഓപ്പറേഷന് വേണ്ടി വിനിയോഗിക്കേണ്ടത് അത്രയും തുക സർക്കാർ നൽകി ആ കുട്ടിയെ രക്ഷിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ കഴിഞ്ഞ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ പോലും കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി അതിൽ വിജയിച്ച 2 സംസാരശേഷി തിരിച്ചു കിട്ടിയ 2 കുട്ടികളുടെ പ്രാർത്ഥനയോടുകൂടിയാണ്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്
പാവപ്പെട്ടവർക്കുള്ള സഹായം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ അവർക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, അങ്ങനെ ഒരു ഭാഗത്ത് ദുർബല ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കുക. ഒരു മുഖ്യമന്ത്രി അതത് ജില്ലാ ആസ്ഥാനങ്ങളിൽ പോയി ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അവിടെ വെച്ച് തന്നെ തീർപ്പാക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ വരെ ഉണ്ടായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. വളരെ കാലഘട്ടമായി നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നമുക്കറിയാം യാഥാർത്ഥ്യമായി. ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് തുടക്കം കുറിക്കാൻ സാധിച്ചു. മലയാളം യൂണിവേഴ്സിറ്റി എന്നത് നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു കേരളീയരുടെ മാതൃഭാഷയ്ക്ക് വേണ്ടി സ്വന്തം ഒരു സർവകലാശാല എന്നുള്ള വിധാനത്തിലേക്ക് എത്തണം എന്നുള്ളത് വളരെ കാലമായുള്ള ആഗ്രഹമാണ്. അതിന്റെ സഫലീകരണം നമുക്ക് സാധ്യമായി. അതുപോലെ കോളേജുകളില്ലാത്ത എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കോളേജുകൾ സ്ഥാപിക്കാൻ. കോളേജിന്റെ കാര്യം പറയുമ്പോൾ അങ്ങയുടെ കോൺസ്റ്റിറ്റ്യുവൻസി താനൂര് ഈ സർക്കാർ തലത്തിലൊരു കോളേജിന് വേണ്ടിയിട്ട് ആവശ്യമായി അങ്ങ് മുന്നിട്ടിറങ്ങിയ സന്ദർഭത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അതിന് തടസ്സമായി പ്രതികൂലമായി വന്നൊരു ഘട്ടത്തിൽ അങ്ങ് കൊടുത്തൊരു നിർദ്ദേശമായിരുന്നു ഈ MLA-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് ആ തലത്തിലേക്ക് വിനിയോഗിക്കണമെന്ന്. അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ താനൂർ വെച്ച് അത് പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. കാരണം അത് താനൂർ ഒരു നമുക്കറിയാം തീരപ്രദേശമാണ്. അവിടെ ഒരു കോളേജ് വേണമെന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. കാരണം CH മുഹമ്മദ് കോയ സാഹിബ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ CH മുഹമ്മദ് കോയ സാഹിബിനെ കേരള നിയമസഭയിലേക്ക് ആദ്യം സംഭാവന ചെയ്തൊരു നിയോജകമണ്ഡലം. ഇത് മാത്രമല്ല, മലബാറിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ എന്നും ചരിത്രത്തിന്റെ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് CH. ആ CH-ന് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലത്തിൽ ഒരു ഉന്നത കലാലയം ഉണ്ടാകണം എന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. ആ കോളേജിന് അതുകൊണ്ടാണ് ഞാൻ CH-ന്റെ പേര് നൽകിയത്. CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേരാണ് ആ കോളേജിന് സർക്കാർ എടുത്തത്. ആ കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടി അന്ന് ഗവൺമെന്റ് പറഞ്ഞൊരു കാരണം ധനകാര്യപരമായ പ്രശ്നമാണ്. കാരണം സാമ്പത്തികമായ രംഗത്ത് ഗവൺമെന്റ് ഇപ്പോൾ പ്രയാസകരമായ അവസ്ഥയിലാണ്, അസാധ്യമാണ്. ആ ഘട്ടത്തിൽ MLA-ക്കുള്ള ആസ്തി വികസന ഫണ്ടിൽ 5 കോടി രൂപ അതിനുവേണ്ടി നീക്കിവെക്കാൻ തയ്യാറാണ്. സ്ഥലം സർക്കാർ തന്നെ സൗജന്യമായി സ്ഥലം കണ്ടെത്താനും തയ്യാറാണ് എന്നുള്ളൊരു ഡിമാൻഡ് ഞാൻ വെച്ചുകൊണ്ട് ഞാൻ കേരള നിയമസഭയിൽ കൊണ്ടുവന്ന ഒരാശയം പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് എല്ലാ കോളേജുകളില്ലാത്ത നിയോജകമണ്ഡലങ്ങളിലേക്ക് നൽകുക എന്ന ഒരു ആശയം ജനിച്ചപ്പോഴാണ് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നിയോജകമണ്ഡലത്തിൽ വരെ ഇത്തരത്തിലുള്ള ഒരു കോളേജ് സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു സന്തോഷകരമായ അവസ്ഥ എനിക്കുണ്ട്.